പുനഃസംഘടന സമുദായത്തിന്റെ സ്കെയിൽ വെച്ചാൽ അളന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അത് കോൺഗ്രസിന്റെ സ്കെയിൽ ഉപയോഗിച്ചാണ്. കെ മുരളീധരന്റെ അഭിപ്രായം സംബന്ധിച്ച ചോദ്യത്തോടാണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം. ഞാൻ ഒരു സമുദായത്തിന്റെ സ്കെയിൽ വെച്ച് ഈ കാര്യമൊന്നും അളക്കുകയില്ല. ഞാൻ കോൺഗ്രസിന്റെ സ്കെയിൽ വെച്ച് അളക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തെ CPM-ഉം BJP ആയിട്ട് നേരിടത്തക്ക വിധത്തിൽ ബൗദ്ധികമായും അതിനെ സംഘടനാപരമായും നേരിടാൻ പറ്റുന്ന നല്ല ശക്തിയായിട്ട് വളർത്തണം. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള കുറേ പ്രോസസ്സ് നടന്നു. ആ പ്രോസസ്സിൻ്റെ ഫൈനലായിട്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചൊരു തീരുമാനം എടുത്തു. ഞാൻ ആ തീരുമാനം ഫൈനലായിട്ട് എടുക്കുന്ന ആളാണ്. പ്രവാസി വ്യവസായിയിൽ നിന്നും 108 കോടി തട്ടിയ മരുമകൻ പിടിയിൽ. കാസർഗോഡ് സ്വദേശി ഹാഫിസ് മുഹമ്മദാണ് പിടിയിലായത്. ഗോവ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുവി, കൂടുതൽ വിവരങ്ങൾ. ഭവ്യ, പ്രവാസി വ്യവസായിയായ ആലുവ സ്വദേശിയിൽ നിന്ന് 108 കോടി രൂപയാണ് മരുമകൻ തട്ടിയെടുത്തിരുന്നത്. മകളെ കല്യാണം കഴിച്ചതിനു ശേഷം സ്വർണവും വജ്രവും മറ്റുമായിട്ടാണ് വണ്ടികളുമായിട്ടാണ് മരുമകൻ തട്ടിയെടുത്തത്. അയാളെക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടത്തിയിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോലും ഈ വ്യക്തി, ആലുവ സ്വദേശിയായ പ്രവാസി വ്യവസായി, പ്രതിയെ പിടികൂടുന്നില്ല എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. അന്നെല്ലാം തന്നെ ഈ വ്യവസായി, ഈ ഹാഫിസ് മുഹമ്മദ് എന്ന മരുമകൻ ഗൾഫിലും മറ്റുമായിരുന്നു. ഏതായാലും ഇയാൾ ഇപ്പോൾ പോലീസ് വലയിൽ ആയിരിക്കുകയാണ്. ബംഗളൂരുവിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഗോവ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹാഫിസ് മുഹമ്മദ് 108 കോടി തട്ടിയ കേസിലല്ല നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗോവ, ബാംഗ്ലൂരു ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണറുടെ വ്യാജ ലെറ്റർ പാഡ് തയ്യാറാക്കി പണം തട്ടിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇയാൾ ഗോവയിലെ ഓഫീസ് അഡ്രസ്സിലുണ്ടോ എന്ന് പരിശോധന നടത്തിയിരുന്നു ഗോവ പോലീസ്. എന്നാൽ അവിടെ കണ്ടെത്തിയില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഹാഫിസ് ഉന്നത ഇൻകം ടാക്സ് ഓഫീസറുടെ പേരിൽ വ്യാജ സീലും ഒപ്പുമിട്ട് തയ്യാറാക്കി വാട്സപ്പ് വഴി അയച്ചു നൽകിയ ലെറ്റർ ഹെഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഗോവ പോലീസിന്റെ കൈവശം ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് മരടിലും ബാംഗ്ലൂരിലും വിവിധ കെട്ടിടങ്ങളുടെ കച്ചവടത്തിന്റെ കാരണം പറഞ്ഞ വ്യാജരേഖയും മറ്റും നൽകി തട്ടിപ്പ് നടത്തിയതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഹാഫിസ് മുഹമ്മദ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ആലുവയിലെ പ്രവാസി വ്യവസായിയിൽ നിന്ന് 108 കോടി തട്ടിയ കേസിലും ഇയാൾ പ്രതിയാണ്. ഏതായാലും മറ്റൊരു കേസിലാണ് ഇയാൾ ഗോവയിൽ പിടിയിലായത് എങ്കിൽ കൂടിയും ആ കേസിന്റെ തുടർച്ചയ്ക്ക്, ആ കേസിന്റെ അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം നമ്മുടെ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ചിനും ഇയാളെ വിട്ടുകിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, സുബി വിശ്വനാഥനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.